ഒരു ഇലക്ഷൻ്റെ മുമ്പിൽ അതിൻ്റെ ക്ലൈമാക്സിൽ എത്തി നിൽക്കുമ്പോഴാണോ പ്രശ്നം പരിഹാരം? അങ്ങനെ പറയുന്നതിനെ മോശമല്ലേ? അങ്ങനെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതാണോ? ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ പാർട്ടി ഏർപ്പെടുമ്പോൾ നേതാക്കന്മാർ അങ്ങനെയാണോ ചെയ്യേണ്ടത്? അല്ലല്ലോ. ഇലക്ഷനിൽ പാർട്ടിയെ ജയിപ്പിക്കാനുള്ള എല്ലാ പ്രവർത്തനവും നടത്തുക. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ 2 നിയോജകമണ്ഡലങ്ങൾ നാളെ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. അപ്പോഴും പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് വെറുതെ ഉണ്ടായിരിക്കുകയാണോ? പ്രശ്നങ്ങൾ പരിഹരിക്കണേ അതിൻ്റേതായിട്ടുള്ള സമയങ്ങളുണ്ട്. ഇപ്പോഴതിൻ്റെ ഒന്നും സമയമല്ല. ഇപ്പോഴും പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ നോക്കുക. നാളെ 2 പോളിംഗാണ്. അത് കഴിഞ്ഞ് 20-ാം തീയതി പാലക്കാടും പോളിംഗ് ബൂത്തിലേക്ക് ജനങ്ങൾ നീങ്ങുകയാണ്. 23-ാം തീയതി ഒരു ശുഭകരമായിട്ടുള്ള റിസൾട്ടാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല. അപ്പോൾ 23-ാം തീയതിക്ക് ശേഷം പ്രശ്നങ്ങൾ തീർക്കാനുണ്ടെങ്കിൽ തന്നെ അതുകൊണ്ട് ഇതൊന്നും തെരഞ്ഞെടുപ്പ് രംഗത്ത് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. അതുകൊണ്ട് എന്താ പറ്റുന്ന അറിയോ? വിവാദങ്ങൾ ചർച്ച ചെയ്യുന്നതുകൊണ്ട് സംസ്ഥാന സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും ജനവിരുദ്ധ നയങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പല സന്ദർഭത്തിലും ചർച്ച ചെയ്യപ്പെട്ടില്ല. പക്ഷെ ഇപ്പോൾ ഇന്നലെ മുതൽ ചേലക്കരയിൽ ചർച്ച ചെയ്തപ്പോഴാണ് മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നത്. ചേലക്കരയിൽ വികസനം ചർച്ച ചെയ്തു. അവിടുത്തെ തകർന്നു കിടക്കുന്ന റോഡുകൾ നിരവധി തവണ മന്ത്രിയായിരുന്ന കെ രാധാകൃഷ്ണൻ ആ നിയോജകമണ്ഡലത്തിനോട് ചെയ്ത തെറ്റായിട്ടുള്ള സമീപനം ചർച്ച ചെയ്യപ്പെട്ടു. അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ അവിടെ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നുണ്ട്. പാലക്കാട് ഞങ്ങൾ ഇന്നലെ മുതൽ തീരുമാനിച്ചു ഒരു വിവാദത്തിൻ്റെയും പിന്നാലെ പോകണ്ട. അതാണ് ഇന്നലെ കർഷക സമരം. അതിൻ്റെ ഭാഗമായിട്ടാണ് പാലക്കാട്ടെ ഏറ്റവും വലിയ പ്രശ്നം കർഷകരുടെ. അവർ ചോദിക്കുക ഞങ്ങളോട്, ഞങ്ങളുടെ കാര്യം മാത്രമേ എന്താണെന്നും പറയാത്തത്. അപ്പം അതുകൊണ്ട് മറ്റ് വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. നാളത്തെ തെരഞ്ഞെടുപ്പിൽ 20-ാം തീയതി തെരഞ്ഞെടുപ്പിലും നല്ല വിജയം ഉണ്ടാക്കുക എന്നുള്ള ആ പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ ഒരുമിച്ച് തന്നെ മുന്നോട്ട് നീങ്ങും. ക്ലൈമാക്സിലല്ലേ ഇറങ്ങണ്ട. കാരണം പിന്നെ ബാക്കി വെടിക്കെട്ടുകൾ ഉണ്ടാവില്ലല്ലോ. ഫൈനൽ വെടിക്കെട്ടല്ലേ ഏറ്റവും പ്രധാനപ്പെട്ടത്. പറഞ്ഞിരുന്നു പാലക്കാട് UDF-ഉം LDF-ഉം തമ്മിലാണ് പ്രധാന പോരാട്ടം എന്നുള്ളത്. പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അത് വ്യക്തിപരമായ അഭിപ്രായമായിരിക്കാമെന്നാണ്. അത് ഒരു കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ യോജിപ്പുണ്ടല്ലോ. 1-ാം സ്ഥാനം ഞങ്ങൾക്കാണ്, സംശയമില്ലല്ലോ. ഞങ്ങൾ രണ്ടുപേരും അക്കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. 10,000 വോട്ടിന് ജയിക്കുമെന്നുള്ളതിൽ ഒറ്റക്കെട്ടാണ്. 2ഓ 3ഓ സ്ഥാനങ്ങളെ കുറിച്ച് ഒരു തർക്കമാണ്. ഞാൻ പിന്നെ ഒരു BJP വിരുദ്ധനായതുകൊണ്ട് എപ്പോഴും അവർ 3-ാം സ്ഥാനത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് അത് ഞാൻ എല്ലാ കാലത്തും പറയുന്ന ആളാണല്ലോ. അതിനുവേണ്ടി ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ്. ഇപ്പൊ എന്നെ സ്നേഹിക്കുന്നവരൊക്കെ 23-ാം തീയതി കഴിഞ്ഞാലും ആ സ്നേഹം ഉണ്ടാവണമെന്ന് മാത്രമേ ഞാൻ പറയുന്നു.